ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സേമിയ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. ഇന്നലെ ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കി, അപ്പോൾ ഇന്ന് സേമിയ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, അവരൊക്കെ ബിസ്ക്കറ്റും ചായയും കുടിച്ചിട്ടാണ് പോയിട്ട്. അവർക്കൊന്നും സേമിയ ഇഷ്ടമല്ല. അപ്പോൾ അവർ ബിസ്ക്കറ്റും ചായയും കുടിച്ചിട്ട് നിമിഷമുള്ള റൈസ് കുട്ടിയൊക്കെ സ്കൂളിൽ പോയിട്ടാണ്. പിന്നെ റിയാസ്ക്കാർക്കും നമുക്കുള്ള സേമിയ ഉണ്ടാക്കണം കേട്ടോ. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമുണ്ടോ എന്ന് അറിയില്ല, ഇഷ്ടമായാലും ഇല്ലെങ്കിലും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സേമിയ ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ താളിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുപ്പിൽ. പിന്നെ അതാ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് ഒന്ന് നോക്കാൻ വന്നാണ് കേട്ടോ. ചോറ് ഇതാ നമ്മൾ ഒന്ന് ഉണ്ടരി ഇട്ടിക്കണം. അപ്പോൾ നല്ല വേവുള്ള അരിയാണ്, റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി തന്നെ കേട്ടോ. ഒന്ന് മട്ടരിക്ക് അതിൽ വെള്ളം ഉണ്ടരി കിട്ടിയത്. അപ്പോൾ അതും അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അടുപ്പിൽ. പിന്നെ അലക്കാനും ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വാഷിംഗ് മെഷീനിൽ. അപ്പോൾ അതും അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറ് അടുപ്പിലുണ്ട്, തുണി അപ്പോൾ കൈയോടെ ഒന്ന് അലക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ പറയുമ്പോൾ ഒരു പൊരിഞ്ഞ പണി തന്നെയാണല്ലോ. പിന്നെ ഇപ്പോൾ അധികം അങ്ങനെ ചെയ്യണമെന്നില്ല, ഞാൻ ചെറുതായിട്ട് തന്നെ പണി നിന്നിട്ടുള്ള പണി മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ അധികം കുമ്പിട്ട് നിൽക്കുന്ന പണി ഉമ്മ തന്നെ കേട്ടോ ചെയ്യണത്. ഞാൻ കറിയൊക്കെ വെക്കും, അത്യാവശ്യം നിന്നുള്ള എല്ലാ പണിയും ഞാൻ ചെയ്യും കേട്ടോ. പിന്നെ ഇതാ തുണിയൊക്കെ പിന്നെ വാഷിംഗ് മെഷീനിൽ അലക്കണതുകൊണ്ട് ഡെയിലി ഉണ്ടാവും അലക്കാൻ. നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെയും തുണികളും ഒക്കെ ഉണ്ടാവും. അപ്പം പിന്നെ ഇതാ അലക്കൽ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സേമിയ ഇതമ്മ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് തോരടാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നു കേട്ടോ. വന്നപ്പം മീൻ എന്തെങ്കിലും വരികയാണെങ്കിൽ കറി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ വഴിക്ക് ഒന്നരാടോ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഡെയിലി ഒരാൾ ചിലപ്പം ഡെയിലി വരും, ഇല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ വരുള്ളൂ. മീനും കൊണ്ട് ഒരാൾ വരും കേട്ടോ. അപ്പോൾ ആൾ വരികയാണെങ്കിൽ മീൻ വെക്കാൻ വിചാരിച്ചു. നമുക്ക് കറി വെക്കാനാണ് ആകെ പാടല്ലേ, അരിയിട്ട ചോറാവും. പിന്നെ അപ്പോൾ മീനുണ്ടെങ്കിൽ മീൻ മേടിച്ച് വറുത്ത് രസം വെക്കാം. പിന്നെ വറുത്തുണ്ട കടച്ചക്ക ഉണ്ടല്ലോ, അപ്പോൾ അത് മസാല പോലെ എന്തെങ്കിലും പേരും വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഉമ്മ തുടക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഉമ്മ അവിടെ ഒക്കെ അടിച്ച് വാരി തുടക്കണം. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഉമ്മയൊക്കെ എപ്പോഴും പണിയൊക്കെ കഴിഞ്ഞ് കഴിച്ചാലേ സമാധാനമാവുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലത്തെ എല്ലാ പണിയും ചടപടാന്ന് തീർക്കും, എന്നിട്ട് കഴിക്കാതിരുന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അരി ഇടുമ്പോൾ ചോറും അങ്ങോട്ട് ആവും. പിന്നെ സേമിയ ആയതുകൊണ്ട് ഇന്ന് എളുപ്പപ്പണിയാണ്. ചപ്പാത്തിക്കാകുമ്പം കുറേ നേരം പണി ഉണ്ടാവും. അപ്പം ഇന്ന് സേമിയ ആയതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മീൻകാരൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. വന്നാൽ വാങ്ങാൻ വറുക്കാൻ വിചാരിച്ചു. കുട്ടികൾക്ക് നമ്മുടെ റീസ് കുട്ടിക്ക് മീനുണ്ടെങ്കിൽ 2 വറ്റ് അധികം തിന്നും. എനിക്ക് മീൻ പൊരിച്ചതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അല്ലാണ്ട് എന്ത് കറി കൊടുത്താലും കഴിക്കില്ല. പരിപ്പ് കറി മീൻ പൊരിച്ചതൊക്കെ ആണെങ്കിൽ അവൻ കുറച്ച് ചോറ് കഴിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ റിയാസ്ക്ക് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പത്തിനും ഏതോ ഒരു വാടക വിളിച്ചപ്പം അങ്ങനെ അപ്പം തന്നെ പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ റിയാസ്ക്കാക്ക് സേമിയയിലേക്ക് ചട്നി കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുക്കൽ. ഇപ്പം റിയാസ്ക്കാക്ക് ചട്നി ഭയങ്കര ഇഷ്ടമാണ്. സേമിയയിലേക്കായാലും റവയിലേക്കായാലും ചപ്പാത്തിക്കായാലും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. മസാല ഉണ്ടാക്കും, ഇടയ്ക്കൊക്കെ ചട്നി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ വെയിലൊക്കെ ഒന്ന് അടിച്ചൊതിച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ രാവിലത്തെ തുണികളൊക്കെ വേഗം ഒന്ന് പിഴിഞ്ഞിട്ടൊന്ന് വെയിലത്തിട്ടൊന്ന് ഉണക്കുക. മെഷീനിലിട്ടിട്ട് തന്നെ നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞെടുക്കും. പിന്നെ ഒന്നിങ്ങനെ കാറ്റത്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ റെഡി ആയിക്കോളും. പിന്നെ മടക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഇതാ തുണികളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു മീനിൻ്റെ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അവിടുന്ന്. പിന്നെ എപ്പോഴെങ്കിലും ഡെയിലി ഒന്നും വരില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ മലേൻ്റെ സീസണൊക്കെ ആയി, സ്വാമിമാർ മാലിടുന്ന സീസണല്ലേ. അപ്പോൾ അതിനിടയിൽ നമ്മുടെ റിയാസ്ക്ക് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് മീനാണ്? 100 എടുക്കോ? 100 തരും. മീനിൻ്റെ വിലയൊക്കെ മത്തിയ നല്ല ഒറിജിനൽ മത്തി. ഇതാ എന്നെ പിടി ഇവിടുന്ന് എടുക്കി മനസ്സിലായി. 100 രൂപയ്ക്ക്. അണ്ണനോ ആട്ടയിൽ പോകുന്നത്? ആട്ടയിൽ പോകുന്നത് അണ്ണനോ? അതിൻ്റെ മാപ്പിള അങ്ങോട്ട് പോകുന്നത്.
അപ്പോൾ നമ്മുടെ വരുന്നൊക്കെ തന്നെ വന്നു കേട്ടോ മീനും കൊണ്ട്. അപ്പോൾ ഞാൻ വേഗം 100 രൂപയ്ക്ക് മീനൊക്കെ മേടിച്ച്. പിന്നെ അയാൾ റിയാസ്ക്ക് വണ്ടി കൊണ്ട് അങ്ങോട്ട് പോകണുണ്ട്. അപ്പോൾ എന്താ അങ്ങോട്ട് പോകണം, അണ്ണൻ എന്താ അങ്ങോട്ട് പോകണം എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ ഞാൻ വണ്ടി തിരിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. കറണ്ടും പോയി കേട്ടോ, കറണ്ടും ഇല്ല. അപ്പോൾ ഇരട്ടത്തുമ്മ തുടക്കണമൊക്കെ ഉണ്ട്. പിന്നെ അതിനിടയിൽ ഞാൻ പോയി കട്ടൻ ചായയൊക്കെ വെച്ച് സേമിയൊക്കെ റെഡിയാക്കി. അപ്പം എന്നാൽ ഇനി കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണി നോക്കാം എന്നൊക്കെ പറഞ്ഞ് മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ 100 രൂപയ്ക്ക് നല്ല മത്തി, കുഴപ്പമില്ല, നല്ല മത്തിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി അതെന്തായാലും ഉമ്മ നന്നാക്കിയിട്ട് മുളകൊക്കെ പെരട്ടി മീനും വറുക്കണം. പിന്നെ നമ്മുടെ കടച്ചക്ക ഉണ്ടല്ലോ, അത് നമ്മുടെ ചിക്കൻ വെക്കണ പോലെ ചിക്കൻ്റെ എല്ലാ അതും ഇട്ടിട്ട് നമ്മൾ ചിക്കന് ബദൽ കടച്ചക്ക ഇടുക. കിളികളുടെ സൗണ്ടും നല്ല കാറ്റും കൊണ്ട് ഇങ്ങനെ ചായ കുടിക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഉള്ളിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ടിൽ വന്നിരുന്ന് കഴിക്കുക കേട്ടോ. നല്ല കാറ്റും കിളികളൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കണം. പിന്നെ നമ്മൾ ചക്കൊക്കെ വൃത്തിയാക്കി അത് അടുപ്പിലാക്കി കേട്ടോ. വേഗം നമ്മുടെ ഇറച്ചി മസാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കടച്ചക്ക റെഡിയാക്കി. അപ്പോൾ ഇപ്പുറത്തടുപ്പിൽ നമ്മുടെ ചക്ക കൂട്ടാനും അപ്പുറത്തടുപ്പിൽ നമ്മുടെ രസം വെക്കണുണ്ട് കേട്ടോ. പിന്നെ മീൻ മാത്രം ഇനി വറുത്താൽ മതി. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ. അപ്പം പിന്നെ വീട് ഞാൻ അധികം നീട്ടണില്ല. അപ്പോൾ നമ്മുടെ രസം വെക്കുക കേട്ടോ. ഇപ്പുറത്തടുപ്പിൽ കടുകും ഒലിവും ജീരകമൊക്കെ താളിച്ചിട്ട് കറിവേപ്പിലയും പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ രസം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും ഒരടുപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ കഴിക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും സിമ്പിളായിട്ട് ഇങ്ങനെ ഇട്ട രസം വെക്കുക, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ റെസിപ്പിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ പോയി കണ്ടു നോക്കാം കേട്ടോ. ഫാസില റിയാസ് റെസിപ്പീസ് പറഞ്ഞാൽ വരും. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നല്ല രസമൊട്ട് അങ്ങനെ രസം വെക്കാൻ. അങ്ങനെ നമ്മുടെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ റിയാസ്ക്കൊക്കെ വന്നിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മളിന്ന് നമ്മുടെ പാലക്കാട് സിവിലിൽ മറ്റേ കുട്ടികൾക്കുള്ള കാണാനുള്ളതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടൈറ്റാനിക് വന്നിട്ടുണ്ട്. ടൈറ്റാനിക് സിനിമയിൽ തന്നെ കണ്ടിട്ടുള്ളൂ. നമുക്ക് അന്ന് കാണണം പോകണമെന്നുണ്ട്, കുട്ടികളൊക്കെ പോകണം പറയുന്നുണ്ട്. ഇൻഷാല്ലാ പറ്റിയ നാളത്തെ വീഡിയോ അതായിരിക്കും കേട്ടോ. ഞങ്ങളിന്ന് എല്ലാവരും കൂടെ ടൈറ്റാനിക് കാണാൻ പോകുന്നുണ്ട്. പോകുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാണാൻ പോകുകയാണെങ്കിൽ ആ വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.